നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ അവൾ മരണത്തിന് കീഴടങ്ങി. പ്രണയം നിരസിച്ചതിനെ തുടർന്ന് തിരുവല്ലയിൽ യുവാവ് കുത്തിപ്പരുക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന അയിരൂർ സ്വദേശിനി കവിത വിജയകുമാർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഈ മാസം 12-നായിരുന്നു തിരുവല്ലയിൽ പെൺകുട്ടിയെ കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യു കുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. നെഞ്ചിലുൾപ്പെടെ ഗുരുതരമായി പൊള്ളലേറ്റതാണ് മരണത്തിന് കാരണമായത്. 55% പൊള്ളലേറ്റ യുവതിയെ വിദഗ്ധ ചികിത്സയ്ക്ക് എറണാകുളത്തേക്ക് എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് എത്തി നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാക്കിയാണ് അവൾ യാത്രയായിരിക്കുന്നത്. നഷ്ടപ്പെട്ടത് സ്വന്തം പെറ്റമ്മയ്ക്കും ബന്ധുക്കൾക്കും മാത്രം. ആരോടാണ് ആ അമ്മ ഈ സങ്കടം പറയേണ്ടത്? ശരിക്കും എന്ത് പറഞ്ഞ് ആ അമ്മയെയും അച്ഛനെയും ആശ്വസിപ്പിക്കും? അവസാന ശ്വാസത്തിൻ്റെ കണിക അവളുടെ ശരീരത്തിൽ ബാക്കി വന്നപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു കണിക പിന്നെയും ബാക്കിയായിരുന്നു. എന്നിട്ടിപ്പോൾ വിധി അവളെ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരു സ്ത്രീ പ്രസവിച്ചാൽ അത് പെൺകുഞ്ഞാണെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട അവസ്ഥയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇഷ്ടമില്ലാത്തതിനെ നിരസിക്കുമ്പോൾ ക്രൂരമായി കൊല്ലുകയും ഇതുപോലെ കത്തിക്കുകയും ചെയ്യുന്നത് ഇനിയും കണ്ടുകൊണ്ടിരിക്കണോ? അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് നിയമത്തെ മാറ്റിമറിക്കുമെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം ഈ ക്രൂരതകൾക്ക് ഉണ്ടാകാതിരിക്കില്ല. പ്രണയത്തിന്റെ പേരിൽ നടന്നത് വലിയ ക്രൂരതയാണ്. യുവാവ് യുവതിയെ തീ കൊളുത്തിയെന്ന വാർത്ത കേട്ടതിന്റെ ഞെട്ടലോടെയായിരുന്നു ആ ദിവസം നഗരം തന്നെ ഉണർന്നത്. രാവിലെ 9:11 റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നടന്ന സംഭവത്തിന് ദൃക്സാക്ഷികൾ അധികം പേരില്ലായിരുന്നു. കടകൾ തുറന്നു വരുന്നതേയുള്ളൂ. ഒരു ടയർ കടയും സൈക്കിൾ കടയും മെഡിക്കൽ സ്റ്റോർ എന്നിവയായിരുന്നു ഇവിടെ ഉള്ളത്. ഇതിൽ ടയർ കട മാത്രമായിരുന്നു തുറന്നിരുന്നത്. തൊട്ടെതിർവശത്തുള്ള കടകളും തുറന്നിരുന്നില്ല. ആദ്യം പെൺകുട്ടിയെ കത്തിക്ക് കുത്തിയ ശേഷമായിരുന്നു പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. പെൺകുട്ടിക്കേറ്റ കുത്ത് സാരമുള്ളതല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. തല മുതൽ താഴോട്ട പകുതി ഭാഗം സാരമായി പൊള്ളിയ നിലയിലായിരുന്നു. മുഖത്തും കഴുത്തിനുമാണ് കൂടുതലായി പൊള്ളലേറ്റത്. മുടി മുഴുവൻ കരിഞ്ഞുപോയി. പേശികൾക്കും പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ഇതുമൂലം വൃക്കകൾക്കും തകരാറ് സംഭവിച്ചു. അരയ്ക്ക് മുകളിലുള്ള ഭാഗത്താണ് പൊള്ളലിന്റെ 90% സംഭവിച്ചിരിക്കുന്നത്. ചിലങ്ക ജംഗ്ഷനിൽ നിന്ന് വിദ്യാർത്ഥിയായ യുവാവും യുവതിയും നടന്നു പോകുന്നത് പലരും കണ്ടെങ്കിലും സാധാരണ കാഴ്ചയായി കരുതിയിരുന്നുള്ളൂ. റോഡിൽ നിന്ന് സംസാരിക്കുന്നതിനിടെ യുവാവ് യുവതിയുടെ തലയിലൂടെ പെട്രോൾ ഒഴിച്ചതും തീ കൊളുത്തിയതും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. 40 സെക്കൻഡിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. തീ ആളിക്കത്തിയപ്പോഴാണ് വഴിയിലുള്ളവർ ശ്രദ്ധിച്ചത്. പെൺകുട്ടിയുടെ ദേഹത്തെ തീ കെടുത്താനായിരുന്നു ആദ്യ ശ്രമം. 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചതോടെ തീ കെട്ടു. ഉടനെ പെൺകുട്ടി പുറകോട്ട് മറഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ 1 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഈ സമയമെല്ലാം റോഡിൽ അക്ഷോഭ്യനായി നിന്ന യുവാവിനെ ചിലർ പിടിച്ചു നിർത്തി. പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. യുവതിയെ തീ കൊളുത്തിയ സംഭവത്തിൽ പോലീസിന് തെളിവായത് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കളിപ്പാട്ടക്കടയിലെ ക്യാമറ ദൃശ്യങ്ങളാണ്. സംഭവം നടന്നതിന് എതിർവശത്തായിരുന്നു കട. ഇവിടെ നിന്ന് റോഡിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പലവട്ടം പരിശോധിച്ചു. 9:11 മുതൽ 40 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ദൃശ്യത്തിലാണ് സംഭവം വ്യക്തമായുള്ളത്. റോഡിന് എതിർവശത്ത് നടന്ന സംഭവമായതിനാൽ ഇടയ്ക്ക് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ തടസ്സമുണ്ടെങ്കിലും സംഭവം വ്യക്തമായി കാണാം. ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, അവൾക്കും അവകാശപ്പെട്ടതായിരുന്നു ഈ ലോകം. പ്രണയിക്കാനും പ്രണയം നിരസിക്കാനും അവൾക്കും അവകാശമുണ്ടായിരുന്നു. തെരുവോരത്ത് പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞല്ലോ ആ മകളെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.